സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമായ കാരുണ്യമായ ഞങ്ങളുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ഈ കൃപയുടെ സമയം എൻ്റെ കൂടെ ആയിരുന്നു കൊണ്ട് എൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ലോകം മുഴുവനും വേണ്ടിയുള്ള ആ വലിയ മഹാകരുണ നീ മനുഷ്യമക്കളിലേക്ക് ചൊരിഞ്ഞ സമയമാണ്. കാൽവരിയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഇത്രമാത്രം പീഡകൾ സഹിച്ച് വേദനകൾ സഹിച്ച് നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയ വലിയ മഹാകരുണയെ ധ്യാനിക്കുകയും ആ കരുണയിൽ ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുന്ന സമയമാണ്. ഈശോയെ, നിൻ്റെ കാരുണ്യത്തിൽ പൂർണ്ണമായി ആശ്രമിക്കുന്നു. നിൻ്റെ തിരുവിലാവിൽ നിന്ന് ഞങ്ങൾക്ക് ഒഴുകിയിറങ്ങിയ, ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തവും തിരുജലവുമാണ്. കർത്താവേ, ഇത്രമാത്രം സ്നേഹമുള്ള, ഇത്രമാത്രം കരുണയുള്ള നിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുവാൻ, നിൻ്റെ പരിശുദ്ധിയിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുവാൻ കരുണ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ ചൊരിഞ്ഞു. കർത്താവേ, അങ്ങയുടെ മഹനീയമായ വലിയ ദാനത്തെ ഓർത്ത് ഈ നിമിഷം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഏറ്റവും പ്രധാനമായും ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിൻ്റെ കരുണ വർഷിച്ചതിൻ്റെ ആ ഒരു വലിയ അനുസ്മരണം, ആ ഒരു വലിയ ബോധ്യത്തോടെ നിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യ നാഥൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ധ്യാനിച്ച് എന്തുമാത്രം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കരുണ വർഷിക്കുന്നുവെന്ന് ധ്യാനിക്കുന്ന സമയമാണ്. നമ്മളിന്ന് വളരെ പ്രത്യേകമായിട്ടും ധ്യാന വിഷയമാക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായമാണ്. ഇവിടെ ഈശോയുടെ മരണത്തെക്കുറിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ലൂക്കാ സുവിശേഷകൻ്റെ ഒരു വലിയ പ്രത്യേകത കരുണയുടെ സുവിശേഷം എന്ന പേരിലാണ് അതറിയപ്പെടുക. കാരണം ഇത്രമാത്രം സ്നേഹം ചൊരിയുന്ന, ഇത്രമാത്രം കരുണ കാണിക്കുന്ന ദൈവത്തെ വെളിപ്പെടുത്തുന്ന ഒരു സുവിശേഷമാണ് ലൂക്കായുടെ സുവിശേഷം. വീണ്ടും മറ്റ് സുവിശേഷങ്ങളിലൂടെ, സമാന്തര സുവിശേഷങ്ങളിലും അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഈശോയുടെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒത്തിരിയേറെ ഭൂകമ്പവും അതുപോലെ തന്നെ അസ്വസ്ഥതകളും എല്ലാം സംഭവിക്കുന്നുണ്ട്. പക്ഷെ ലൂക്കായുടെ സുവിശേഷത്തിൽ വലിയ പ്രത്യേകത കാണുന്നത് തന്നെ കുരിശിൽ തറച്ചവരോട് ക്ഷമിക്കുന്ന ഈശോയെ എടുത്തു കാണിക്കുന്നുണ്ട്. തന്നെ ഇത്രമാത്രം പീഡിപ്പിച്ചവരെ കുരിശിൽ കിടന്നുകൊണ്ട് പിതാവേ ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല. ഇത്രമാത്രം കരുണയോടെ തന്നെ പീഡിപ്പിച്ചവരോടും ക്ഷമിക്കുന്ന ഈശോയെ നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇത്രമാത്രം കരുണയുള്ള ആ ഒരു ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടുന്നത് ലൂക്കായുടെ സുവിശേഷത്തിലാണ്.
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ഒക്കെ നമ്മളിലേക്ക് കടന്നു വന്നത് ഈശോയിലൂടെയാണ്. ഈശോയുടെ പീഡാസഹനവും കുരിശുമരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞാൽ ഇത്രമാത്രം ഈശോയുടെ കൂടെ നടന്ന് ഈശോയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി സന്തത സഹചാരികളായിരുന്ന അപ്പസ്തോലന്മാർ, യൂദാസ്ലീഹ സമയമായപ്പോൾ കാശിനു വേണ്ടി 30 വെള്ളിക്കാശിനു വേണ്ടി തൻ്റെ പ്രിയപ്പെട്ട ഗുരുവിനെ ഒറ്റിക്കൊടുക്കുകയാണ്. ഒരിക്കലും ഇത്രമാത്രം സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ടും ആ ഒരു സമയം വന്നപ്പോൾ 30 വെള്ളിക്കാശിന് വേണ്ടി വളരെ നിസ്സാരമായ ഒരു തുകയ്ക്ക് വേണ്ടി എൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്ന ശിഷ്യൻ. വീണ്ടും പത്രോസ്ലീഹായുടെ ജീവിതത്തിൽ ഞാൻ നിന്നെ ഒരിക്കലും തള്ളിപ്പറയത്തില്ല, ഞാൻ വളരെ സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയുടെ അടുക്കലായിരുന്ന പത്രോസ്ലീഹ ഒരു പരിചാരികയുടെ മുമ്പിൽ അവനെ ഞാൻ അറിയത്ത് പോലുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ്ലീഹ പറയുകയാണ്. അത്രമാത്രം ഈശോയെ പെട്ടെന്ന് തള്ളിപ്പറയുന്ന പത്രോസ്ലീഹ. ബാക്കിയുള്ള ശിഷ്യന്മാർ ഈശോയുടെ കൂടെ നടന്നിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കണ്ട് ഈശോയുടെ കൂടെ പ്രഗത്ഭനായിട്ട് നടന്നിരുന്നവരാണ്. ഈശോയെ പടയാളികൾ വന്ന് പിടിക്കുന്ന അവസരത്തിൽ എല്ലാവരും ഓടിപ്പോവുകയാണ്. ഈശോയെ ഉപേക്ഷിച്ച് അവർ ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറയുക. പ്രിയപ്പെട്ടവരെ, ആ ഒരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ശാരീരികമായ വേദനയേക്കാൾ ഉപരിയായിരുന്നു ഈശോയുടെ മാനസിക വേദന. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രിയപ്പെട്ടവരായി അവൻ കണക്കാക്കിയിരുന്നവരിൽ നിന്ന് ലഭിക്കുന്ന വേദന അത് വളരെ ശക്തമാണ്. ആ ഒരു വലിയ വേദനകൾ അവരുടെ ശരീരത്തിൻ്റെ വേദനയേക്കാൾ അധികമായിരുന്നു. ഇത്രമാത്രം സ്നേഹിച്ചവർ എന്നെ ഇട്ടിട്ട് പോയല്ലോ, ആ ഒരു വേദനയുണ്ട്. പക്ഷേ വീണ്ടും നമ്മൾ കാണുന്നത് അതിക്രൂരമായ വേദനകളും പീഡനങ്ങളുമാണ് ഈശോയിൽക്ക്. ചാട്ടവാറുകൾ അടിയേറ്റ് ശരീരത്തിൽ നിന്ന് മാംസം അല്ലെങ്കിൽ പറിച്ചെടുക്കപ്പെടുന്ന രീതിയിലുള്ള ശിക്ഷകൾ. വീണ്ടും കുരിശ് വഹിക്കാൻ, കുരിശിൻ്റെ ഭാരം മൂലം അത് വഹിക്കുവാൻ കഴിയാതെ നിലം പൊത്തി വീഴുന്ന ഈശോ ഇത്രമാത്രം വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ കാൽവരിയുടെ വിരിവാറിലെത്തുമ്പോൾ കൈകളും കാലുകളും ഈശോയുടെ കുരിശിലേക്ക് വലിച്ചു നീട്ടി ആണിയടിച്ച് കയറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഈശോയുടെ ഈ മരണത്തിൻ്റെ ഈ ഒരു അവസ്ഥ നമ്മുടെ മനസ്സിലത് ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ എന്തുമാത്രം ഘോരമായ വേദനകളും പീഡനങ്ങളുമാണ് ഈശോയുടെ, മാനസികവും ശാരീരികവുമായ വേദനകൾ. ഈ ഇത്രമാത്രം വേദനകളുടെ നടുവിലും കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറയുന്ന കാര്യം, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് പഠിപ്പിച്ച കാര്യമാണ്. നീ ബലിയർപ്പിക്കുവാനായിട്ട് വരുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ട് എന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ ബലിവസ്തു അവിടെ വച്ചിട്ട് നിൻ്റെ സഹോദരനുമായി നീ രമ്യതപ്പെടുക. പ്രകാരം തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞ് പഠിപ്പിച്ച ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്ന കാര്യമാണ്, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. ഞാനിതാ നീ എന്നെ ഏൽപ്പിച്ച വലിയ ആ ഒരു ദൗത്യം, ഞാൻ ആ ഒരു വലിയ ബലി ഞാൻ അർപ്പിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ ബലി അർപ്പിക്കാൻ പോകുമ്പോൾ പിതാവേ എൻ്റെ മനസ്സിൽ ഒരു കളങ്കവുമില്ലാതെ നിന്നെ ഈ ബലി പൂർത്തിയാക്കാൻ എന്നെ അനുവദിക്കണമേ. അതായിരുന്നു ഈശോയുടെ പ്രാർത്ഥന മുഴുവൻ. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് സ്വയം ബലിവസ്തുവായ ഈശോ. പ്രിയപ്പെട്ടവരെ, ആ ഒരു ക്രിസ്തുവിൻ്റെ സ്നേഹവും കരുണയും കരുതലും പരിപാലനയുമാണ് നമ്മൾ ഇന്നും വിശുദ്ധ കുർബാനയിൽ നമ്മൾ മനസ്സിലാക്കും. ഇത്രമാത്രം കരുണ കാണിക്കുന്ന ഈശോ, ഇത്രമാത്രം നമുക്ക് വേണ്ടി വേദനകൾ ഏറ്റെടുത്ത ഈശോ, ഒരു മനുഷ്യന് സങ്കല്പിക്കാവുന്നതിൽ അപ്പുറത്തുള്ള വേദനകളെ ശരീരത്തിലും മനസ്സിലും ഏറ്റെടുത്തിട്ടും അവിടെയും ക്ഷമിക്കാനായിട്ട് തയ്യാറാകുന്ന ഈശോയെ കാണും. ആ ഒരു ഈശോയെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാതൃകയാക്കുന്നത്. ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്ഷമിക്കാനും പൊറുക്കാനും അല്ലെങ്കിൽ ഒന്ന് പുഞ്ചിരിക്കാനും ഒക്കെ പലപ്പോഴും സാധിക്കാതെ പോകുന്ന നിമിഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്.
വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും നമ്മുടെ മനസ്സിൽ വലിയ വെറുപ്പും വിദ്വേഷവും ഒക്കെ വെച്ച് പുലർത്താറുണ്ട്. അവിടെയൊക്കെ നമ്മൾ വലിയ അഭിമാനത്തോടെ അഹങ്കാരത്തോടെയൊക്കെ പറയാറുള്ള കാര്യമാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് ക്രിസ്തു ക്ഷമിക്കുമ്പോൾ അപ്രകാരം ക്രിസ്തു ശിഷ്യനും പൂർണ്ണമായിട്ടും ക്ഷമിക്കാനും അതുപോലെ തന്നെ പൊറുക്കാനും തയ്യാറാകണമെന്നുള്ള കാര്യമാണ് യേശു പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, പ്രകാരം ഒരു ജീവിതശൈലിയിലേക്ക് വളരാൻ കർത്താവിൻ്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മൾ പൂർണ്ണമായിട്ടും ക്ഷമിക്കാനും അനുതാപത്തോടെ നമ്മുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അനുതാപത്തോടെ ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകും. പലപ്പോഴും ഒരു ക്ഷമിക്കാൻ മനസ്സാക്കാതെ അല്ലെങ്കിൽ ക്ഷമിക്കാൻ കൂട്ടാക്കാതെ കർത്താവിൻ്റെ ക്ഷമ എനിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ പലപ്പോഴും കർത്താവിൻ്റെ ആ ക്ഷമ നമുക്ക് ചിലപ്പോൾ കിട്ടിയത് വരത്തില്ല. കർത്താവ് ക്ഷമിക്കും, പക്ഷേ ആ ഒരു വലിയ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ അനുഭവേദ്യമാകുന്നത് നമ്മൾ പൂർണ്ണമായിട്ടും ക്ഷമിക്കാൻ തുടങ്ങുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ കൃപ നമ്മുടെ ജീവിതത്തിൽ നിറയാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള സകലരിലേക്കും കർത്താവിൻ്റെ കാരുണ്യം ലഭിക്കുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളുമെല്ലാം കളങ്കമില്ലാത്തതും കലർപ്പില്ലാത്തതുമാകാനും കർത്താവിൻ്റെ കരുണ സ്വീകരിക്കുവാൻ തയ്യാറായ ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറുവാനും ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കും. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൽ മാത്രമാണ് നമുക്ക് അഭയമുള്ളത്. കർത്താവിൽ ശരണപ്പെടുന്നവർ എപ്പോഴും ഭാഗ്യവാന്മാർ എന്ന രീതിയിലാണ് വചനം നമ്മളെ പഠിപ്പിക്കുക. കൂടെ കൂടെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവിൽ ആശ്രയം വയ്ക്കുക, കർത്താവിൽ ശരണപ്പെടുക. ആ ഒരു വലിയ ബോധ്യത്തോടെ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായ ദൈവകരങ്ങളിൽ കൊടുക്കുക. നമ്മളായിരിക്കുന്ന അവസ്ഥകൾ, നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ അവസ്ഥകളും ആത്മീയ ജീവിതത്തെയെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. പലപ്പോഴും ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുടെയും കഷ്ടതകളുടെയും നൊമ്പരപ്പെടുത്തുന്ന അവസ്ഥകളുടെയും ഒക്കെ നടുവിലൂടെ സഞ്ചരിക്കുമ്പോഴും കർത്താവിനെ പോലെ ശാന്തനായി ക്ഷമാശീലനായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, നിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓൺലൈനിലൂടെ ഈ കരുണയുടെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ നിയോഗങ്ങളെയും കുടുംബങ്ങളെയും എല്ലാം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകം മുഴുവനെയും നിൻ്റെ കരുണയിൽ പൊതിഞ്ഞു പിടിച്ചവരെ ശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പൂർണ്ണമായ അങ്ങിൽ ശരണപ്പെടുന്നു. ആ ഒരു വലിയ പ്രാർത്ഥനയോടെ നിൻ്റെ ആശീർവാദത്തിനായി ഞങ്ങളിതാ നിൻ്റെ മുമ്പിലായിരിക്കുന്നു. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കർത്താവെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ മുട്ടിന്മേലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,